നമസ്കാരം. ഇറാൻ അമേരിക്ക സംഘർഷങ്ങൾ തുടങ്ങിയതിനു ശേഷം പല ഘട്ടത്തിലും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മലക്കം മറിഞ്ഞിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ ഇറാനെ ആക്രമിക്കുമെന്ന് പറയും, എന്നാൽ തൊട്ടടുത്ത ദിവസം അത് മാറ്റി പറയും. ആക്രമിക്കാൻ ഉദ്ദേശമില്ല, ചർച്ചയ്ക്കാണ് ഞങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത് എന്ന് പറയും. വീണ്ടും ആക്രമിക്കുമെന്ന് പറയും. ഏറ്റവും അവസാനം ഇവിടെ അമേരിക്കൻ പ്രസിഡന്റിന്റെ ഭാഷയിലൊക്കെ വീണ്ടും ചില മാറ്റങ്ങൾ വന്നു. പരിമിതമായ രീതിയിലുള്ള ആക്രമണം എന്ന ഒരവസ്ഥയിലേക്ക് മാറി. അതായത് ചെറിയ രീതിയിലുള്ള ഒരു സൈനിക നീക്കം, അതെങ്കിലും ചെയ്തില്ലെങ്കിൽ ശരിയാകില്ല, ഒരു കരാറിലേക്ക് എത്തിയില്ലെങ്കിൽ എന്നാണ് ട്രംപ് പറഞ്ഞത്. എന്നാൽ ആ സമയത്ത് തന്നെ ട്രംപ് പറഞ്ഞു ഒരു ബിഗ് അറ്റാക്കിനെ കുറിച്ചും ഞാൻ ചിന്തിക്കുന്നുണ്ട്, പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഇത്തരത്തിലുള്ള ചർച്ചകളും അല്ലെങ്കിൽ ട്രംപിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങളൊക്കെ വരുമ്പോൾ സ്റ്റീവ് വിറ്റ്കോഫിന്റെ ഒരു സങ്കടം അത് എല്ലാവരും ശ്രദ്ധിച്ചു കാണും. അതായത് മിഡിൽ ഈസ്റ്റിലെ പ്രത്യേക പ്രതിനിധി, അമേരിക്കയുടെ പ്രത്യേക പ്രതിനിധി, അദ്ദേഹം പറഞ്ഞത് ട്രംപ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ഇറാൻ പേടിക്കാത്തത്? ഞങ്ങളൊക്കെ ആണെങ്കിൽ ഒരുപാട് മുന്നേ തന്നെ പേടിച്ചിരുന്നു. ഇതിപ്പോൾ ഇറാൻ ഒരു പേടിയുമില്ല, ഒരു കുലുക്കവുമില്ല, വല്ലാതെ അവരുടെ അടുത്തേക്ക് പോകണ്ട എന്ന രീതിയിലൊക്കെയുള്ള ചില സംസാരങ്ങൾ വന്നു. ഈ റാംജി റാവു സ്പീക്കിംഗ് എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്. ഈ സിനിമയില് സായികുമാറാണെന്ന് തോന്നുന്നു. ആ സിനിമയിൽ ഒരു കഥാപാത്രം ചെയ്തിരുന്നത് സായികുമാറാണ്. സായികുമാർ ഒരാളോട് ഫോൺ ചെയ്ത് നിൽക്കുന്ന സമയത്ത് മൂത്രമൊഴിക്കുന്ന ഒരു സീനുണ്ട്. ഈ മൂത്രമൊഴിക്കുന്ന ശബ്ദം കേൾക്കുമ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന ആള് താങ്കൾ ഇപ്പോൾ ഓണാക്കി വെച്ചിട്ടുള്ള ആ മെഷീൻ എത്രയും പെട്ടെന്ന് ഓഫാക്കണം, അതെന്തോ ഈ വിളിക്കുന്ന ആളെ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മെഷീനാണ് എന്നാണ് അപ്പുറത്തുള്ള ആള് മനസ്സിലാക്കിയത്. എന്നതുപോലെ ഇറാന്റെ പക്കൽ എന്തൊക്കെയോ ഉണ്ട്, ആ മെഷീനൊക്കെ ഒന്ന് ഓഫാക്കി വെക്കണം, നിങ്ങൾ തൽക്കാലം ഒന്ന് പേടിച്ചു എന്നെങ്കിലും പറയണം എന്നൊക്കെ പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് അമേരിക്കൻ പ്രസിഡന്റും അതുപോലെ തന്നെ അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റിലെ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും പോയിരിക്കുകയാണ്. വല്ലാത്തൊരവസ്ഥയിലാണ്. എന്നാലും എന്റെ ലോക പോലീസെ എന്നൊക്കെ പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ആയത്തുൽ അലി ഖംനായി പറഞ്ഞു, നിങ്ങളുടെ കപ്പലുകളെ മുക്കാൻ ശേഷിയുള്ള ആയുധങ്ങൾ ഞങ്ങളുടെ പക്കലുണ്ട് എന്ന്. അതായത് ഇത് കേട്ടതോടുകൂടെ ശരിക്കും പേടിച്ചു. എന്തൊക്കെയോ അവരുടെ പക്കലുണ്ട്, അവരുമായി മുട്ടാൻ പോകണ്ട, നാണം കെട്ട് ആകെ നാശകോശമാകും എന്നുള്ള ഒരു തിരിച്ചറിവ് അമേരിക്കക്കുണ്ടായി. ഇപ്പോൾ അമേരിക്കയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇറാൻ അമേരിക്ക സംഘർഷവുമായി ബന്ധപ്പെട്ട് ന്യൂക്ലിയർ ടോക്ക് വരാൻ പോവുകയാണ് ഈ വ്യാഴാഴ്ച. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വളരെ പ്രധാനപ്പെട്ട ചില വിവരങ്ങളുണ്ട്. അമേരിക്ക ഈ 12 ദിവസം ഇസ്രായേൽ അമേരിക്ക യുദ്ധവുമായി ബന്ധപ്പെട്ട് ആ യുദ്ധത്തിൽ അമേരിക്ക ഇടപെടുന്ന ഒരു സാഹചര്യം നമുക്കറിയാം. അമേരിക്ക ഇസ്രായേലിനെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി ഇറാന്റെ ഭാഗത്തു നിന്ന് ഒരു അടി കിട്ടാതിരിക്കാൻ വേണ്ടി കൂടെ, അതായത് അങ്ങോട്ട് ആക്രമിച്ചാൽ ഒരു അടി കിട്ടും എന്ന കാര്യം അമേരിക്കക്ക് അറിയാം, അത് കിട്ടാതിരിക്കുന്നതിന് വേണ്ടി വളരെ തന്ത്രപരമായി ഇസ്രായേലിനെ തൃപ്തിപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി ഇറാനിൽ 3 സ്ഥലത്ത് കൊണ്ടുപോയി ബോംബിട്ടു. അതായത് ഇറാനിലെ ആണവ നിലയങ്ങൾക്ക് നേരെയാണ് ബോംബിട്ടത്. ഈ ബോംബാക്രമണത്തിൽ കാര്യമായ കേടുപാടുകൾ ഒന്നും തന്നെ വന്നിട്ടില്ല എന്ന് ഇറാൻ ആദ്യം പറഞ്ഞു. അമേരിക്ക അത് സമ്മതിക്കാൻ തയ്യാറായില്ല. പിന്നീട് അമേരിക്ക പറഞ്ഞു ഞങ്ങൾക്ക് അവരെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല, ആണവ കേന്ദ്രങ്ങളൊന്നും തകർക്കാൻ കഴിഞ്ഞില്ല എന്ന് അമേരിക്കയും സമ്മതിച്ചു. എന്തായാലും ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു ആവർത്തിച്ചു പറഞ്ഞു ഒന്ന് ആക്രമിക്കണം, ഒന്ന് അടിച്ചൊതുക്കണം, ഞങ്ങൾക്ക് വലിയ ഭീഷണിയാണ് എന്നൊക്കെ പറഞ്ഞു. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഇല്ലാത്ത മീശയൊക്കെ പിരിച്ച് കണ്ണുരുട്ടി ഖംനായിയെ പേടിപ്പിക്കാൻ നോക്കി, യുദ്ധക്കപ്പലുകൾ ഇറക്കി പേടിപ്പിക്കാൻ നോക്കി. ഖംനായി പേടിച്ചില്ല. ഇപ്പോൾ ഇവിടെ നേരത്തെ ഈ 12 ദിവസം നീണ്ടുനിന്ന യുദ്ധത്തിൽ അമേരിക്ക ഇടപെട്ടതുപോലെ ഞങ്ങളൊന്ന് ഇടപെടാൻ പോകുന്നു എന്നതിന്റെ സൂചനയാണ് ഈ പരിമിതമായ ആക്രമണം എന്ന് പറയുന്നത്. അത് ആളില്ലാത്ത ഏതെങ്കിലും മരുഭൂമിയിൽ ഞങ്ങൾ ഒരു 4 ബോംബ് കൊണ്ടുവന്നിടും, അത് ഇടാതെ ഞങ്ങൾക്ക് തിരിച്ചു പോകാൻ കഴിയില്ല, നിങ്ങളത് പേടിച്ചു എന്ന് പറഞ്ഞാൽ മതി, നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങൾ ആളില്ലാത്ത ഏതെങ്കിലും സ്ഥലമൊക്കെ ഒഴിവാക്കി തരാം, നിങ്ങളും 4 ബോംബ് കൊണ്ടുവന്നിട്ടോ. ഇന്നലെ മുതൽ പുറത്തു വരുന്ന ഒരു വാർത്തയുണ്ട്. അതായത് ഖത്തറിലെ അമേരിക്കൻ ബേസുകളിൽ നിന്ന് ഉദ്യോഗസ്ഥരെ വ്യാപകമായി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇറാനെ അങ്ങോട്ടൊന്ന് തോണ്ടിയാൽ ഇറാൻ ഇങ്ങോട്ട് അടിക്കും, കിട്ടാൻ സാധ്യതയുള്ള സ്ഥലം ഏതാണ് എന്ന് അമേരിക്കക്കറിയാം. ആ സ്ഥലങ്ങളിലെ അവരുടെ ഉദ്യോഗസ്ഥരെ, അവരുടെ പട്ടാളത്തെ അമേരിക്ക മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇത്ര ഗതികെട്ട നാണം കെട്ട ഒരു അവസ്ഥയിലേക്ക് അമേരിക്ക പോയിട്ടില്ല. ഓടി രക്ഷപ്പെടുക എന്ന് വെച്ചാൽ നാണക്കേടാകും. ഞാൻ പറഞ്ഞല്ലോ, ലോക രാജ്യങ്ങൾക്ക് മുന്നിൽ ലോക പോലീസാണ്. ലോക പോലീസ് ഇങ്ങനെ ഓടിയാൽ എന്തായിരിക്കും അവസ്ഥ? ഇത് അമേരിക്കക്ക് നന്നായി അറിയാം. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം കൂടെ ഇവിടെയുണ്ട്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ വെട്ടിലായത് ഇസ്രായേലാണ്. അമേരിക്കക്ക് എന്തെങ്കിലുമൊക്കെ കുത്തിത്തിരിപ്പുണ്ടാക്കി അങ്ങോട്ട് പോയാൽ മതി. യുദ്ധക്കപ്പലും എടുത്തു പോയി ഇവിടെ ഖത്തറിലെയും അതുപോലെ തന്നെ UAE-യിലെയും ഒക്കെ ബേസിലെ ആളുകളെ അങ്ങോട്ട് മാറ്റി അമേരിക്കക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. തിരിച്ചടി അമേരിക്കക്കല്ല കിട്ടാൻ പോകുന്നത്, ഇസ്രായേലിനാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ഇപ്പോൾ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ കാല് പിടിക്കുന്നു. അദ്ദേഹത്തെ ഇടക്കിടക്ക് വിളിച്ച് ഇറാനെ ഒന്ന് പറഞ്ഞ് കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കി തരണം എന്ന് പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് പോയി എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്.
അതായത് ഇസ്രായേൽ ശരിക്കും പെട്ടുപോയി. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്കിനി വേറെ വഴിയില്ല. അതായത് ഈ അമേരിക്ക കയറി ചൊറിഞ്ഞു, പ്രശ്നങ്ങൾ ഉണ്ടാക്കി, ഇറാന് ചെറുതായി ഒന്ന് വേദനിച്ചു. എന്തായാലും പ്രതികാരം ചെയ്യേണ്ട കാര്യത്തിൽ, പ്രതികാരം ചെയ്യുമെന്ന കാര്യത്തിൽ ഇറാൻ ഒരിക്കലും അവർ പിന്നോട്ട് പോകില്ല. ചെയ്യേണ്ടി വന്നാൽ അത് ചെയ്യും. അവരുടെ ആ പ്രതികാരം അത് തീർക്കാനുള്ളത് തന്നെയാണ് എന്നവർ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അതിനനുസരിച്ച് അവർ പ്രവർത്തിച്ചിട്ടുമുണ്ട്. അമേരിക്ക അങ്ങോട്ട് പോകും, ഇസ്രായേലിനാണ് പണി മുഴുവൻ കിട്ടാൻ പോകുന്നത്. 12 ദിവസം നീണ്ടുനിന്ന യുദ്ധത്തിൽ കിട്ടിയതിന്റെ ചൂട് ഇസ്രായേൽ ഇപ്പോഴും മറന്നിട്ടില്ല. അവർ ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകളുടെ ദൂരപരിധി 300 കിലോമീറ്ററാക്കി ചുരുക്കണമെന്നാണ്. അതായത് പൂരപ്പറമ്പിൽ പൊട്ടിക്കുന്ന ഈ മോളിൽ പോയി പൊട്ടുന്ന ഗുണ്ടൊക്കെ ഉണ്ടല്ലോ, അതുപോലെ അങ്ങ് പൊട്ടി അവസാനിക്കണം. ഇതാണ് ഇസ്രായേലിന്റെ ആവശ്യം. എന്തായാലും ഈ ആവശ്യങ്ങളൊന്നും തന്നെ നടന്നില്ല. ഇറാനെ ആണെങ്കിൽ ഒന്ന് മാന്തുകയും ചെയ്തു. ഇറാൻ ഈ തിരിച്ചടി കൊടുക്കാൻ പോകുന്നത് ഇസ്രായേലിനാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇറാൻ ഇവിടെ വിജയിച്ചു നിൽക്കുകയാണ്. ഏത് നിരക്ക് നോക്കിയാലും ഇറാൻ വിജയിച്ചു നിൽക്കുകയാണ്. എന്തായാലും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് വല്ലാത്ത ഒരു ഗതികേടിലേക്ക് പോയി, നാണക്കേടിലേക്ക് പോയി. ഇപ്പോൾ ഇറാനോട് ഞങ്ങളൊന്ന് ആക്രമിക്കട്ടെ, പരിമിതമായ രീതിയിൽ ഒരു ആക്രമണം നടത്തട്ടെ, മുഖം രക്ഷിക്കുന്നതിന് വേണ്ടിയാണ്, നാണക്കേടിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇസ്രായേൽ ആണെങ്കിൽ റഷ്യൻ പ്രസിഡന്റിനെ വിളിച്ച് പ്രശ്നങ്ങളൊന്ന് കോംപ്രമൈസ് ചെയ്തു തരണം, ഇനി ഞങ്ങൾ നല്ല കുട്ടികളായി ജീവിച്ചോളാം എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും എവിടെ എത്തി കാര്യങ്ങൾ അവസാനിക്കും എന്ന കാര്യം ഇപ്പോഴും പറയാറായിട്ടില്ല. ചില ആളുകളൊക്കെ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നുണ്ട്. എന്തായാലും ആ വാർത്തകൾ കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇത് അമേരിക്കക്കും ഇസ്രായേലിനും വേണ്ടിയുള്ള വാർത്തകളാണെന്ന്. എന്തായാലും ഇറാൻ ഇവിടെ നിലപാടിൽ ഉറച്ചു തന്നെ മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. എന്തായാലും കാണാൻ പോകുന്ന പൂരം ഞാനായിട്ട് പറയുന്നില്ല.